ശബരിമല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഗൂഗിളിൽ ശബരിമല ബുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ഓപ്പണായി വരുന്ന സൈറ്റുകളിൽ shabarimala.kerala.government.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ പേജിൽ വെർച്വൽ ക്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന ലോഗിൻ ചെയ്യാനുള്ള പേജിൽ രജിസ്റ്റർ ചെയ്യുക. അതിനായി രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. താഴെ തന്നെ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഓർ ഫീമെയിൽ, അഡ്രസ്സ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അതിൻ്റെ താഴെ പിൻ കോഡ്, പിന്നെ ഒരു ഐ ഡി പ്രൂഫ് ഏതാണ് കൊടുക്കുന്നത്. ആധാർ ആണെങ്കിൽ ആധാറിൻ്റെ നമ്പർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി ആയിരിക്കും നമ്മുടെ യൂസർ നെയിം. അതിൻ്റെ താഴെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് 2 തവണ കൊടുക്കണം. എന്നിട്ട് കൺഫേം ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. വെർച്വൽ ക്യൂ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമുക്ക് പോകേണ്ട തീയതി സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൂട്ട് തിരഞ്ഞെടുക്കുക. പമ്പ വഴി പോകുന്ന പമ്പ മരക്കൂട്ടം 4 കിലോമീറ്റർ എന്നാണ്. അത് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ നമുക്ക് ദർശനത്തിനുള്ള സമയങ്ങൾ വരും. അത് ലഭ്യത അനുസരിച്ചുള്ളത് അതിൽ ഗ്രീൻ കളറിൽ കാണിക്കും. അതിൽ നമ്മൾ അവിടെ എത്തപ്പെടുന്ന സമയം, പമ്പയിൽ എത്തപ്പെടുന്ന സമയം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞുള്ള സമയം, അത് എപ്പോഴെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കുക. ഈ സെലക്ട് ചെയ്യുന്ന സമയത്തേക്കാൾ 3 മണിക്കൂർ മുമ്പേ നമ്മൾ പമ്പയിൽ എത്തണം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ സ്വയം എന്നുള്ളത് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള മറ്റുള്ളവർക്ക് കൂടി സെലക്ട് ചെയ്ത ശേഷം അവരെ കൂടി ആഡ് ചെയ്യുക. തീർത്ഥാടക ദുരിതാശ്വാസ നിധിയിലേക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ടോയെന്നൊരു ക്വസ്റ്റ്യൻ വരും. കൊടുക്കുന്നെങ്കിൽ അതെ, അല്ലെങ്കിൽ ഇല്ല കൊടുക്കുക. അതിൻ്റെ താഴെയുള്ള വിഷ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓക്കെ കൊടുക്കുക. ഓപ്പണായി വരുന്ന പേജിൽ തുടരും കൊടുക്കുക. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടരും തന്നെ കൊടുക്കുക. അപ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ നിന്ന് ഡൗൺലോഡ് കൊടുത്ത് നമ്മുടെ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുക.